السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. സ്നേഹധന്യരായ ശ്രോതാക്കളെ, പൊട്ടച്ചിറ അൻവരിയ അറബിക് കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ അൻവരി ഉസ്താദുമാരുടെ കൂട്ടായ്മയായ ആലിയ, അതിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഈ സഫർ 21 മുതൽ റബീഉൽ അവ്വൽ 11 വരെ നീണ്ടു നിൽക്കുന്ന 20 ദിവസത്തെ ബുർദ ആശയ പഠന സീരീസിലെ ആദ്യ സുദിനത്തിലെ വോയിസാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ മുഖവരുകളില്ലാതെ ബുർദയെക്കുറിച്ചും അതിൻ്റെ രചയിതാവിനെ കുറിച്ചും ബുർദ അല്ലെങ്കിൽ ബുർഉദ്ദ ഈ ഖസീദയുടെ രചനാ പശ്ചാത്തലത്തെക്കുറിച്ചും ചെറിയ ഒരു വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഖസീദത്തുൽ ബുർദ, അതിൻ്റെ യഥാർത്ഥ പേര് അൽ ഖവാക്കിബുദ്ദുരിയ ഫീ മദിഹി ഖൈരിൽ ബരിയ എന്നുള്ളതാണ്. ബുർദയുടെ രചയിതാവ് ബഹുമാനപ്പെട്ട ബൂസൈരി ഇമാം എന്ന് അറിയപ്പെടുന്നു. അവരുടെ യഥാർത്ഥ പേര് സഈദ് ബിനു ഹമ്മാദ് ബിനു അബ്ദുള്ള അൽ സഞ്ചാഹി അൽ ബൂസൂരി എന്നാണ്. കുഞ്ഞത്തലമ് ഓമനപ്പേര് ഷറഫുദ്ദീൻ അബു അബ്ദുല്ലാഹ് എന്നതുമാണ്. അദ്ദേഹം ഈജിപ്തിൻ്റെ വടക്ക് നൈൽ നദീ തീരത്തെ ബനി സുവൈഫ് പ്രവിശ്യയിൽ ദല്ലാസ് എന്ന ഗ്രാമത്തിൽ ഹിജ്റ 608 ശവ്വാൽ മാസത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായം അഥവാ കുട്ടിക്കാലം ചിലവഴിച്ചത് ബൂസ്വീറിലാണ്. ആ ബൂസ്വീർ എന്ന ഗ്രാമത്തിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് ബൂസൂരി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബൂസ്വീർ എന്നാണ്, പിന്നീട് പറഞ്ഞ് ബൂസൂരി എന്നായതാണ്. ആ ബൂസ്വീർ എന്ന ഗ്രാമത്തിലേക്ക് നിസ്ബ ചെയ്തിട്ട് ബൂസീർ എന്ന് പറയുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇൽമിനോട് വലിയ താല്പര്യമുള്ളവരായിരുന്നു അവർ. പരിശുദ്ധമായ ഖുർആൻ ചെറുപ്രായത്തിൽ തന്നെ ഹൃദ്യസ്ഥമാക്കിയതായി ചരിത്രത്തിൽ കാണാം. അവിടുത്തെ ഉപരിപഠനം ഖൈറോയിൽ വെച്ചായിരുന്നു. പിന്നീട് അദ്ദേഹം ഹദീസ് ശാസ്ത്രത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചരിത്ര പഠനത്തിലും അഗാധമായ അവഗാഹം നേടിയിട്ടുണ്ട്. ക്രമേണ തൻ്റെ ജീവിതം തസവ്വുഫിലേക്ക് അദ്ദേഹം തിരിച്ച് ആത്മീയതയിൽ മുഴുകിയതായും ചരിത്രത്തിൽ കാണാം. തൻ്റെ മശായിഖന്മാരിൽ പ്രമുഖനാണ് അബുൽ ഹസൻ ഷാദുലി റഹിമഹുല്ലാ. അതുപോലെ തന്നെ അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഈ
നമ്മൾ ചർച്ച ചെയ്യുന്ന അൽ കവാക്കിബ് ദുറ്റിയ ഫി മദിഹി ഖൈരിൽ ബരിയ എന്ന ഖസീദത്തുൽ ബുർദ അല്ലെങ്കിൽ ഖസീദത്തുൽ ബുർദ, ഇതിൻ്റെ രചനയുടെ പിന്നിൽ ഒരു ചരിത്രം പറയാനുണ്ട്. അബുൽ അബ്ബാസുൽ മുർസി എന്ന മഹാന്റെ കീഴിൽ അറിവ് നുകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ വലിയ മഹാന്റെ മുരീദായി കൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബുസൂരി ഇമാം, അവിടുത്തെ സതീർത്ഥന്മാരാണ് ഇബ്നു അത്താഉല്ലാഹിൽ ഇസ്കന്ദരി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ യാഖൂത്തുൽ അർഷ് എന്ന് അറിയപ്പെടുന്ന മഹാൻ. ഈ മൂന്ന് മഹാന്മാരും, അഥവാ നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമാം ബുസൂരി റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇബ്നു അത്താഉല്ലാഹിൽ സിക്കന്ദരി, യാഖൂത്തുൽ അർഷ്, ഈ മൂന്ന് പേരും തങ്ങളുടെ ഷെയ്ഖായ അബുൽ അബ്ബാസുൽ മുർസി എന്ന മഹാന്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു ദിവസം അവിടുന്ന് മഹാനായ ഷെയ്ഖ് അവർകൾ ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും എന്ത് വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം, അത് നടത്തിത്തരാൻ വേണ്ടി ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്തോളാം. ഷെയ്ഖ് അവറുകളുടെ പ്രത്യേക സാഹചര്യത്തിൽ മശൈഖന്മാരുടെ ഹളറത്തിൽ പല ഹാലുകൾ ഉണ്ടാകുമല്ലോ, ആ ഹാലിൽ ബഹുമാനപ്പെട്ടവർ തൻ്റെ ഈ മൂന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു എന്നാണ്. അതിൽ ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, ലോകത്ത് തന്നെ തസവുഫിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരാലും സ്വീകരിക്കപ്പെടുകയും എന്നെന്നും ഓർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥം എഴുതാൻ എനിക്ക് സൗഭാഗ്യം കിട്ടണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകൾ അവിടത്തേക്ക് ദുആ ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഇന്നും എന്നും പ്രശസ്തി നേടുന്ന ഹിക്കം എന്നുള്ള തസവുഫിൽ അറിയപ്പെട്ട ഗ്രന്ഥം ഇതിലൂടെ മഹാനവറുകൾ പിന്നീട് രചിക്കുകയുണ്ടായി. രണ്ടാമത് ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹിമഹുല്ല പ്രവാചക പ്രേമത്തിൽ ഇങ്ങനെ മുഴുകി നടക്കുന്ന മഹാനാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ജീവിത ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടെ നമുക്ക് പറയാം. ആദ്യകാല പശ്ചാത്തലവും മധ്യകാല പശ്ചാത്തലവും പിന്നീട് ബുർദയിലേക്ക് എത്തുന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും പ്രവാചകാനുരാഗം ഉള്ളിലുള്ള മദ്ഹ് എഴുതുകയും പാടുകയും ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഇമാം ബുസൂരി റഹിമഹുല്ല തൻ്റെ ഷെയ്ഖായ അബുൽ അബ്ബാസുൽ മുർസി എന്നിവരോട് പറഞ്ഞു, എനിക്കൊരു പ്രവാചക കാവ്യം ഖസീദ എഴുതേണ്ടതുണ്ട്. ലോകത്ത് എല്ലാവരാലും അറിയപ്പെടുന്ന, എല്ലാവർക്കും പ്രിയമാകുന്ന ഒരു ഖസീദ. ഷെയ്ഖ് അവറുകൾ ദുആ ചെയ്തു. ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ് പിന്നീട് ബുർദ വരുന്നത്. ബുർദ എഴുതാനുണ്ടായ പശ്ചാത്തലവും ഒന്നുകൂടെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ചില കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കത് ചർച്ച ചെയ്യാം. ഈ ഒരു പ്രാർത്ഥനയും ആശീർവാദവും ഉണ്ട് ബുർദയുടെ രചനയ്ക്ക് പിന്നിൽ എന്ന് മാത്രം. മൂന്നാമത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് യാഖൂത്തുൽ അർഷ് എന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, എനിക്ക് ഗൈബുകളും മറ്റു അദൃശ്യ കാര്യങ്ങളൊക്കെ ഉള്ള ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി അദൃശ്യ കാര്യങ്ങൾ അറിയാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടണം. അതിന് ബഹുമാനപ്പെട്ടവർ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തു തരണം. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസുൽ മുർസി എന്ന മഹാൻ ദുആ ചെയ്തു കൊടുക്കുകയും അവിടുന്ന് ആ ഒരു സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. യാഖൂത്ത് എന്നായിരുന്നു പേര്. പിന്നീട് ജീവിതകാലം മുഴുവനും അർഷിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന മഹാനായതുകൊണ്ട് യാഖൂത്തുൽ അർഷ് എന്ന് പേര് കിട്ടുകയും ചെയ്തു. ഏതായാലും നമ്മൾ പറഞ്ഞത് തസവുഫിലെ ഗുരുവായ അബുൽ അബ്ബാസുൽ മുർസി എന്ന മഹാൻ അവരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്.
87 വയസ്സാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ല ജീവിച്ചത്. ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറ ഇന്നും പ്രധാന സിയാറത്ത് കേന്ദ്രമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ലയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടുന്ന് മനസ്സിലാകുന്നത് വലിയൊരു കാലിഗ്രാഫറായിരുന്നു. അവിടുന്ന് മീസാൻ കല്ലുകളിലും മറ്റും പേരുകളും സന്ദേശങ്ങളുമൊക്കെ ഉല്ലേഖനം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ശീലമായിരുന്നു. അങ്ങനെയായിരുന്നു ബുസൂരിയിലെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകലയുടെ തുടക്കം. ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമിൻ്റെ സാഹിത്യത്തിന് പൊതുവെ നാം അവിടുത്തെ ചരിത്രം പരതുമ്പോൾ 2 തലങ്ങളാണ് കാണാൻ കഴിയുക. ആദ്യകാലത്തെ 1-ാം പകുതി സ്തുതിഗീതങ്ങളും ആക്ഷേപഹാസ്യങ്ങളും അടങ്ങുന്ന ഭൗതിക രചനകളായിരുന്നു. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ കടുത്ത ഭാഷയിൽ അവിടുന്ന് എഴുതിയ വിമർശന കാവ്യങ്ങൾ പ്രസിദ്ധമാണ്. എന്നാൽ 2-ാമത്തെ പകുതി തികച്ചും ആത്മീയതയിൽ അധിഷ്ഠിതമായ രചനകളായിരുന്നു. ഈ ആത്മീയ കവിതകളെ തന്നെ വേണമെങ്കിൽ നമുക്ക് 3ആയി വിഭജിക്കാം. ചരിത്രത്തിൽ അങ്ങനെ കാണുന്നുണ്ട് കിതാബുകളിൽ. ഒന്ന്, വിശുദ്ധമായ ഹിജാസിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പുള്ളത്, മദീനയിലേക്ക് ആ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. ഇതിൽ 4 കാവ്യങ്ങളുണ്ട്. ഈ സമയത്ത് യാത്ര ചെയ്യുന്നതിന് മുമ്പ് രചിച്ച 4 കാവ്യങ്ങളുണ്ട്. 2 ഹിജാസ് യാത്രയുടെ വേളയിൽ എഴുതിയതുണ്ട്. അതിൽ 3 കാവ്യങ്ങൾ ഉൾക്കൊള്ളുന്നു. 3-ാമത്തത് ഹിജാസ് യാത്രയ്ക്ക് ശേഷം എഴുതിയത്. അവയിൽ ആകെ 2 കാവ്യങ്ങളാണ് പ്രസിദ്ധമായത്. അതിലൊന്ന് ഖസീദത്തുൽ ബുർദ, മറ്റൊന്ന് ഖസീദത്തുൽ ഹംസിയ എന്നുള്ളതാണ്. കാവ്യഭംഗിയുടെയും പ്രശസ്തിയുടെയും ഒക്കെ വിഷയത്തിൽ ബുർദ മറ്റെല്ലാ കവിതകളെക്കാളും കവച്ചു വെക്കുന്ന ഒരു ഖസീദയായി മാറി. 2-ാം സ്ഥാനത്ത് ഹംസിയയാണ് ഉണ്ടായത്. ബഹുമാനപ്പെട്ട ബുസൂരി ഇമാമിൻ്റെ ഖസീദകൾ വേറെയുമുണ്ട്. ഖസീദത്തുൽ മദറമിയ, ഖസീദത്തുൽ ഹംസിയ നാം ഇപ്പോൾ പറഞ്ഞല്ലോ. അതുപോലെ ഖസീദത്തുൽ മുഹമ്മദിയ, ഇങ്ങനെ ഒരുപാട് കൃതികൾ ബഹുമാനപ്പെട്ടവരതുണ്ട്. ഏതായാലും വലിയ പണ്ഡിതനും സൂഫി ചിന്തകനും കവിയുമായിരുന്നു, വലിയ ആലിമുമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹിമഹുല്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ ബുർദയുടെ യഥാർത്ഥ പേര്, ബുർദ അവിടുന്ന് രചിക്കാനുണ്ടായ കാരണം, ബുർദയിലെ 160 അല്ലെങ്കിൽ അതിനു മുകളിലുള്ള വരികളുടെ ക്രോഡീകരണം എന്നുള്ളവയെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സുന്നത്ത് ഇത്തിബാ ചെയ്യുവാനും മരിക്കുന്നത് വരെ യഥാർത്ഥ ഒരു മുഹിബ്ബാകുവാനും മരണസമയം അവിടുത്തെ കാവല് കെട്ടുവാനും ഖബറിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകുവാനും ഒടുവിൽ പരലോകത്ത് അവിടുത്തെ അഷ്ഫാഅത്തുൽ ഉളുമയിൽ ഒരിടം കിട്ടുവാനും തൃക്കരങ്ങളാൽ ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുവാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബം, സതീർത്ഥ്യർ, വേണ്ടപ്പെട്ട എല്ലാവരെയും സുരലോക സ്വർഗത്തിൽ അവിടുത്തെ ജിവാറിലായി പടച്ച റബ്ബിൻ്റെ ലിഖാഉ കാണും വിധം ഒരുമിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.